സഞ്ജുവിൻ്റെ മഞ്ഞ ജേഴ്സിയിലുള്ള പ്രകടനം വേണ്ടിയിട്ടാണ് കളി കാണാൻ നേരത്തെ തന്നെ വന്നു കുത്തിയിരുന്നത്. പക്ഷേ എന്താ ചെയ്യുക, സഞ്ജു ബോൾഡായി, ഗൈക്വാഡും ബോൾഡായി. ആകെ മൊത്തം ശോകം. 100 റണ്ണ് പോലും തികച്ചടിക്കുമെന്ന് വിചാരിക്കാത്ത കളി. അവസാനത്തെ വിക്കറ്റ് പാർട്ട്ണർഷിപ്പിൽ, IPLൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ അവസാനത്തെ വിക്കറ്റ് പാർട്ട്ണർഷിപ്പ്. 20ാമത്തെ ഓവർ വരെ അവർ ബാറ്റ് ചെയ്തു. ഓൾ ഔട്ട് അയച്ചാലും 20ാമത്തെ ഓവർ വരെ ബാറ്റ് ചെയ്തിട്ട് 127 റണ്ണ് എന്ന് പറയുന്നത് ഇന്നത്തെ ചെന്നൈയുടെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല റണ്ണാന്ന് ഞാൻ പറയുള്ളൂ. കാരണം അങ്ങനെ തകർന്നടിഞ്ഞൊരു 80-85 ഓൾ ഔട്ട് ആവേണ്ട കളിയാണ്. ആ കളി ഇവിടം വരെ എത്തി. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയത്. കാരണം നമ്മളെപ്പോഴും വിജയങ്ങൾ മാത്രം കണ്ടാൽ പോലല്ലോ, ഇങ്ങനത്തെ തകർന്നടിഞ്ഞ് അവിടുന്ന് കയറി വന്നിട്ട് 127 റണ്ണടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വമ്പൻ കാര്യം തന്നെയാണ്. എന്തായാലും സഞ്ജു അടുത്ത 2 മത്സരത്തോട് കൂടിയിട്ട് സഞ്ജു തിരിച്ച് കയറും. ടീമെല്ലാം സെറ്റായി കഴിഞ്ഞാൽ സംഗതി സെറ്റപ്പാണ്. കാരണം വല്ലാതെ മരങ്ങൾ വെച്ചിട്ടില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു തകർന്നടിഞ്ഞ കളിയായിട്ട് പോലും അധികം മരങ്ങൾ വെക്കാതെ വന്നോ അടിച്ച് ഔട്ടായിച്ചാലും മരങ്ങൾ വല്ലാതെ വെക്കാതെ സംഗതി 127 റണ്ണടിച്ച്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു 2-3 ബാറ്റ്സ്മാൻമാർ കൊളത്തിയ സംഗതി പൊളിയായിരിക്കും. ശിവം ദുബെ ഒന്ന് അറ്റാക്ക് ചെയ്ത് കളിച്ച് വന്നൊരു കലക്കൻ 6 അടിച്ച്. പക്ഷേ ഓവർ കോൺഫിഡൻസ്, ജഡേജ അതിനുള്ള പണി കൊടുത്ത് ശരിക്കും നാക്കിൽ പോളിയത് പ്ലാൻ ചെയ്ത് കുടുക്കി ജഡേജ. അപ്പോൾ അത്രയും വലിയൊരു വേൾഡ് ക്ലാസ് സ്പിന്നറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക തന്നെ വേണം. ജഡേജൊക്കെ ഇന്നൊന്നിലും തുടങ്ങിയെന്നല്ലല്ലോ. എന്തായാലും സംഗതി ചെന്നൈയുടെ ബാറ്റിങ് നല്ല തുടക്കത്തിൽ ആ ഫീലിംഗ് ആണ് പോയി കിട്ടി. പിന്നീട് കണ്ടു വന്നപ്പോൾ സെറ്റായി. അവസാനം വരെ കണ്ടപ്പോൾ റണ്ണ് കുറവാണെങ്കിലും ഇതും ഒരു രസമാണ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എന്തായാലും ഇനിയിപ്പോൾ അവരുടെ ബോളിങ് നോക്കാം, എന്താ പാടുന്നറിയില്ല. ജയിക്കാൻ സാധ്യത കുറവാണ്. ഒന്നാമത് രാജസ്ഥാൻ്റെ ഹോം ഗ്രൗണ്ടാണ്. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച്.